നമസ്കാരം. സംസാരിക്കുന്നത് സെയ്തു ആണ്. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പോയിക്കോളാം. വേറൊന്നുമല്ല, നമ്മുടെ ഓരോ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ അതാത് ഉദ്യോഗസ്ഥരും അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ വാർദ്ധക്യ പെൻഷൻ കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വാർത്തകളൊക്കെ കേട്ടു. സത്യത്തിൽ ആർക്കാണ് ഈ വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഓരോ പ്രദേശത്ത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. അതായത് ഒരു 60% കൂടുതൽ പാവപ്പെട്ടവർക്കല്ല കിട്ടുന്നത്. അതായത് പണക്കാരൻ, അതായത് റബ്ബർ എസ്റ്റേറ്റുകൾ, അതിലെങ്കിൽ തെങ്ങും തോപ്പുകൾ, വലിയ വാടക കെട്ടിടങ്ങൾ, വലിയ വലിയ വീടുകൾ, കാറുകളുള്ള വലിയ സംവിധാനമുള്ള ആളുകളാണ് ഇന്ന് ഈ വാർദ്ധക്യ പെൻഷൻ കൈപ്പറ്റുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ഉത്തരവാദി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് പ്രദേശത്തെ വാർഡ് മെമ്പർമാരും അത് അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരുമാണ്. തീർച്ചയായിട്ടും ഞാൻ പറയാനുള്ളത്, ഇങ്ങനെ അർഹതപ്പെട്ട അവരല്ലാത്തവർ ഈ കാശ് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കട്ട് ചെയ്തുകൊണ്ട് പാവപ്പെട്ട 100% അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ന് ഈ കേരളത്തിൽ ഒരുപാട് ആൾ വീടില്ലാത്തവർ, കരാലുവണ്ടിയിൽ താമസിക്കുന്നവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. പക്ഷേ എങ്കിലും അവർക്കൊന്നും അല്ല ഇന്ന് കൂടുതലും കിട്ടുന്നത്. കൂടുതലും ഒരുപാട് സമ്പത്തും ഒരുപാട് വരുമാന മാർഗങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇന്ന് ഈ പറഞ്ഞ വാർദ്ധക്യ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം ഓരോ പ്രദേശത്തും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വാർഡ് മെമ്പർമാരോടും അതാത് ഉദ്യോഗസ്ഥന്മാരോടും എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അതല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന യോ ഒന്നുമല്ല ഞാൻ കുറ്റം പറയുന്നത്. ആര് ഭരിച്ച ആരായാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും ആരാണെങ്കിലും ചെയ്യുന്നത് ഇങ്ങനെ തന്നെ. കാരണം ഒരു വാർഡ് മെമ്പർ വന്നു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഈ പെൻഷൻ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അതാണ് നോക്കുന്നത്. കാരണം അത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടും. അടുത്ത പ്രാവശ്യം അവരുടെ പാർട്ടി വളരും, അവർക്ക് വോട്ടിംഗ് ശതമാനം കൂടും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അങ്ങനെയാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല ഇനി മറിച്ച് ചെയ്യേണ്ടത്. പാവപ്പെട്ടവരെ നോക്കിയിട്ട്, അർഹതപ്പെട്ട ആളുകളെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കേണ്ടത്. എനിക്കറിയാം, ഒരുപാട് ആളുകൾ എനിക്കുണ്ട്, അർഹതപ്പെട്ട ആളുകൾക്കുണ്ട്, അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അറിയുന്നത്. അത് കിട്ടാത്ത എന്താ ചോദിക്കുമ്പോൾ 2-3 മക്കൾ, ആൺമക്കളുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ 2-3 പേര് ആൺമക്കളുണ്ടെന്ന് പറഞ്ഞാൽ അവർ ജോലിക്ക് പോകുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പണിക്കൊക്കെ പോകും. വീട്ടിൽ ചെലവ് കൊടുക്കണം, അവർക്ക് വാടക കൊടുക്കണം, ഒക്കെ കൊടുക്കണം. പിന്നെ ചില ആളുകൾക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓട്ടോറിക്ഷ ഉണ്ട്, നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ എന്നാൽ ഒരുപാട് കാറും സംവിധാനങ്ങളും എല്ലാം ഉള്ള ആളുകൾക്ക് ഈ സംവിധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ അർഹതപ്പെടാത്തവർ ഇങ്ങനെ കാശ് മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ പ്രദേശത്തും കണ്ടെത്തി അത് നിർത്തലാക്കണം. അർഹതപ്പെട്ട 100% അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഈ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും